ഹലോ ഗായ്സ്, അപ്പൊ ഇന്നലെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറയാൻ എപ്പോഴും മറന്നു. അപ്പം എന്നാ മെനങ്ങാന്നാന്ന് തോന്നുന്നു ഞാൻ സ്റ്റുഡിയോയിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടുത്തെ ലിപ്സ്റ്റിക് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇത് ഭയങ്കര അത്രയ്ക്ക് അറിയുന്നില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ മേടിച്ച ഓരോരോ ഷെയ്ഡ് ഞാനാണെങ്കിൽ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇത് തുടച്ചു കളയണം, എന്നാലേ കാണിച്ചു തരാൻ പറ്റൂ. ഓക്കെ, അപ്പം ഉം, ആ, എല്ലാം തുടച്ചത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ മൂന്നെണ്ണം മേടിച്ചു. ഇത് രണ്ടും ഇത് ചെറുതായിട്ടൊന്ന് പണി കിട്ടി കാണിച്ചു. ഫസ്റ്റ് മേടിച്ചത് ഇതാണ്. ഇതിന്റെ ഷെയ്ഡ് ഇത് സുഖം കേട്ടോ, വളരെ നന്നാവും. ഇതിന്റെ സാറ്റിൻ ഫ്ലിങ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് M1. സാറ്റിൻ ഫ്ലിങ് M1 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് കൊള്ളാം. ഇതൊരു ഫെയർ ടു മീഡിയം സ്കിന്നിനൊക്കെ പറ്റിയൊരു സാധ്യതമാണ്. നമുക്ക് ഇട്ട് ഇതിന്റെ കളർ വരുന്നത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഒരു കുറച്ച് പിങ്ക് കൂട്ടുള്ള ഒരു ന്യൂഡ് പിങ്ക് കൂട്ടുള്ള ഒരു കളറാണ് വരുന്നത്. ആ ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിനൊക്കെ പറ്റിയൊരു കളറാണ്. അപ്പൊ ഇതിന്റെ അവിടെ ഇരിക്കുമ്പോഴത്തേനും കറക്റ്റിന് വെട്ടം മുഖത്തടിക്കുമ്പോഴത്തേനും കറക്റ്റിന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്താ പൊസിഷൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തത്. ഇതിന്റെ ഷെയ്ഡ് സാറ്റിൻ ഫ്ലിങ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. കൊള്ളാം, പക്ഷെ ഷെയ്ഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നമുക്ക് സെറ്റ് ആവും. പക്ഷെ കുറെ ലാസ്റ്റ് ചെയ്തില്ല, പെട്ടെന്ന് പോവും. പെട്ടെന്ന് നമ്മുടെ ലിപ്പിൽ നിന്ന് പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആവുന്നുണ്ട്. ഇതാണ് അവസ്ഥ. പെട്ടെന്ന് പോകും ഗൈസ്. ഒരു നമ്മളെ ഭയങ്കരമായിട്ട് കയ്യിലൊക്കെ പറ്റുന്നുണ്ട്. ഷെയ്ഡൊക്കെ കൊള്ളാം, പക്ഷെ അത്രയ്ക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. സോ എനിക്ക് ഷെയ്ഡ് ഇഷ്ടമായി, പക്ഷെ ഇത് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടമല്ല. ഷെയ്ഡ് കൊള്ളാം അത്രയ്ക്ക്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതൊരു ലിപ് ക്രയോൺ കൂട്ടുള്ള സംഭവമാണ്. ആ, ഇത് മാറ്റ് സ്പൈസ് ലൈറ്റ്. മാറ്റ് സ്പൈസ് ലൈറ്റ് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. എനിക്കറിയാൻ വയ്യ, ഞാൻ എന്തെങ്കിലും കാണത്തില്ല. ഞാൻ എന്തുമായാലും ഇത് ഫോട്ടോ എടുത്തിട്ട് ഇതിവിടെ കൊടുത്തേക്കാം. ഇത് അതേ കൂട്ട് ഒരു സെയിം ഷെയ്ഡാണ്, പക്ഷെ കാണിച്ചു തരാം. എനിക്ക് ഈ മൂന്നെണ്ണം മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണിത്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഈ ഭയങ്കര ഡാർക്ക് കളേഴ്സിനെക്കാട്ടിലും കുറച്ച് ന്യൂഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് മേടിച്ചപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ഒരേ കൂട്ടുള്ള കളറില്ല, എന്നിട്ട് എനിക്ക് അതിൽ ഓർമ്മ എടുക്കാൻ പോയിരുന്നു. പക്ഷെ ഇങ്ങനെയല്ല, നമ്മൾ കുറേ കളേഴ്സ് എടുക്കണം, പക്ഷെ എല്ലാ ഷെയ്ഡും ഒരേ കൂട്ടായിരുന്നു. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇതിനും ഒരു പ്രശ്നമുണ്ട്, അധികം ലാസ്റ്റ് ചെയ്തില്ല. പിന്നെ എത്ര 99 റുപ്പീസ് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഇത് ഓർത്തിയാണ്, 99 ഓർത്തിയാണ്. പക്ഷെ അത്രയ്ക്ക് ലാസ്റ്റ് ചെയ്തൊന്നുമില്ല. നല്ല ഷെയ്ഡാണ്. എനിക്ക് ഈ മേടിച്ച മൂന്നെണ്ണത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. കൊള്ളാം. ഓക്കെ, പക്ഷെ ഇതും പെട്ടെന്ന് പോകും. നമുക്ക് ഇവിടെ നോക്കാം. കൊള്ളാം. ഇതും അധികം ലാസ്റ്റ് ചെയ്തില്ല. നമ്മള് എവിടെയെങ്കിലും തൊട്ടാലടക്കം ഭയങ്കരമായിട്ട് ഇത് പോകുന്നുണ്ട്, ലിപ്പിൽ നിന്ന് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. സോ ക്വാളിറ്റി ബേസിൽ കൊള്ളത്തില്ല. ഷെയ്ഡ്
ഓക്കെ, സെറ്റ് ആണ്. നൈസ്. ഒരു ന്യൂഡ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഷെയ്ഡാണ്. ഓക്കെ, ഇനി അടുത്തതാണ് എനിക്ക് മേടിച്ചതിൽ കുറച്ച് റിഗ്രറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. എനിക്കതെന്തോ പേഴ്സണലി എനിക്ക് ചേരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ സംഭവം. പിന്നെ ഹെയർ കട്ട് എന്താ ചെയ്തേക്കുന്നതെന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ തൊട്ട് മുന്നത്തെ വ്ലോഗല്ല, തൊട്ട് മുന്നത്തെ ലോങ് വീഡിയോയിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്ത് കട്ടാണ് ചെയ്തത്, എങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് ഫുൾ ഷോർട്ട് ആക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. ഫുൾ ഷോർട്ട് ആക്കിയിട്ടില്ല. ബാക്കിലോട്ട് ഹെയർ ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഷോർട്ട് ഹെയർ പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. അപ്പത്തേനും ശരിയാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയത്. അപ്പൊ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുമ്പോഴത്തേനും ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേനും ഷോർട്ട് ഹെയർ ആയിട്ട് തോന്നും, ബാക്കിൽ നോക്കുമ്പോൾ ഹെയർ ഉണ്ട്. കാരണം വെച്ചാൽ വീട്ടിൽ ഹെയർ ഫുള്ള് ഷോർട്ട് ആക്കാത്തൊരു താല്പര്യം, അതുകൊണ്ട് ഞാൻ ഷോർട്ട് ആക്കിയില്ല. മമ്മി പറഞ്ഞു ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ മുട്ടച്ചേക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ വലുതായിട്ട് ഷോർട്ട് ആക്കിയില്ല. ഫ്രണ്ടിൽ മാത്രമേ ഇങ്ങനെ ഷോർട്ട് ചെയ്തിട്ടുള്ളൂ. ചിലപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്കിത് ഷോർട്ട് ആക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഷോർട്ട് ചെയ്യും. മമ്മി കാണുന്നുണ്ട്, കണ്ടോളൂ. എനിക്ക് പറയാനുള്ളത് ഞാനൊക്കെ പറഞ്ഞോളൂ. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് വരച്ചു കഴിഞ്ഞാൽ ശരിയാവുള്ളൂ. ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടെ ഒരു ന്യൂഡ് റെഡ്, ഒരു റെഡിഷ് ന്യൂഡ്. ഒരു മെസ്സേജ് വന്നു, അല്ല കോൾ വന്നു ഗൈസ്. അപ്പൊ പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഷെയ്ഡ് എനിക്കുണ്ട്, പക്ഷെ അതൊരു റെഡിഷ് ന്യൂഡ് ആയിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പിങ്ക് കളേഴ്സ് അങ്ങനെ എനിക്ക് ചേരാറില്ല. ഇതൊരു പിങ്കിഷ് ന്യൂഡാണ്, അത് കാരണം എനിക്ക് അത്രയ്ക്ക് സെറ്റ് ആവുന്നില്ല. പിന്നെ വേറെ ഏതെങ്കിലും ലിപ്സ്റ്റിക്കിന്റെ കൂടെ ചിലപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. പക്ഷെ എനിക്ക് നല്ല പേഴ്സണൽ ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഭയങ്കര ഫെയർ ആയിട്ട് സ്കിൻ ഉള്ളവർക്കേ പറ്റുള്ളൂ. എനിക്ക് അറിയാമേ അത്രയ്ക്ക് സെറ്റ് ആയില്ല എനിക്ക്. കുറെ നേരം നോക്കി എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷെ ഇപ്പം അങ്ങോട്ട് ഇഷ്ടപ്പെടും. എനിക്ക് എന്നെ വണ്ടി ഇതുപോലെ ഇട്ടു. ഇത് കൊള്ളാം, ഈ ഷെയ്ഡ് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഷെയ്ഡ് കൊള്ളാം. പക്ഷെ ഇത് സെറ്റായി. എനിക്ക് 3 മേടിച്ചതിനേക്കാളും ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാൽ നിങ്ങൾ ചോദിക്കും എല്ലാ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ, പക്ഷെ എല്ലാ ഗേൾസിനൊക്കെ മനസ്സിലാവും വേറെ ഷെയ്ഡ് ആണ്. ഇത് കൊള്ളാം മാത്രം. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പിങ്ക് ന്യൂഡ് N03. പിങ്ക് ന്യൂഡ് N03 ആണ് ഇതിന്റെ ലിപ് കളർ. പിങ്ക് ന്യൂഡ് N03 അതാണ് ഇതിന്റെ ഷെയ്ഡ് നമ്പർ. ഇതെന്തായിരുന്നു, സാറ്റിൻ ഫ്ലെയിം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടുമ്പോഴത്തേക്കും ഈ ഒരു കളർ ഇട്ട് ഇത് കൊള്ളാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതേ കൂട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരും. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ബൈ.